നമസ്കാരം. അമേരിക്കയിൽ കൈവശം തോക്കില്ലാത്ത ആളുകൾക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. 34 കോടിയിലേറെ ജനങ്ങൾ താമസിക്കുന്ന നാട്ടിൽ 50 കോടിയോളം ചെറുതും വലുതുമായ തോക്കുകൾ ഉണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ കണക്ക് പറയുന്നത്. 2023 സർവേ പ്രകാരം 32% അമേരിക്കക്കാർക്കും കുറഞ്ഞത് ഒരു തോക്കെങ്കിലും സ്വന്തമായുണ്ട്. 1994 മുതൽ 2023 വരെ അമേരിക്കയിൽ 28% തോക്കുടമസ്ഥത വർദ്ധിച്ചതായാണ് കണക്കുകൾ. ഇതിൽ സ്ത്രീകളുടെ കയ്യിലെ തോക്കുകളുടെ എണ്ണം 13.6% വർദ്ധിച്ചു. സത്യത്തിൽ മറ്റെന്തിനേക്കാളും അമേരിക്കയിൽ വാങ്ങാൻ എളുപ്പം തോക്കുകളാണ്. ആയിരക്കണക്കിന് തോക്ക് വിൽപ്പന കേന്ദ്രങ്ങളാണ് അമേരിക്കൻ തെരുവുകളിലുള്ളത്. ഇന്ത്യയിൽ നിന്നും വളരെ വ്യത്യസ്തമായി തോക്ക് വാങ്ങാൻ US ഒരാൾക്ക് ലൈസൻസ് ആവശ്യമില്ല എന്നതാണ് പ്രത്യേകത. ഫോം പൂരിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകിയാൽ മാത്രം മതി. വിവരങ്ങൾ പൂരിപ്പിച്ചതിന് മിനിറ്റുകൾക്കുള്ളിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI പരിശോധന നടത്തുകയും തോക്ക് വാങ്ങുന്നയാളുടെ കൈകളിൽ എത്തുകയും ചെയ്യും. 2022 ശേഷം ഭേദഗതി പ്രകാരം അമേരിക്കയിൽ ഒരു തോക്ക് വാങ്ങാനുള്ള മാനദണ്ഡങ്ങൾ ഫെഡറൽ നിയമങ്ങൾക്കും സംസ്ഥാന നിയമങ്ങൾക്കും അനുസൃതമാണ്. ഇപ്പോൾ ഹാൻഡ് ഗൺ അഥവാ പിസ്റ്റൾ, റിവോൾവർ ഒക്കെ വാങ്ങാൻ കുറഞ്ഞത് 21 വയസ്സ് വേണമെങ്കിൽ റൈഫിളും ഷോട്ട് ഗണ്ണും ഒക്കെ വാങ്ങാൻ കുറഞ്ഞത് 18 വയസ്സ് മാത്രം മതിയാകും. തോക്ക് വാങ്ങുന്നതിന് മുൻപ് നാഷണൽ ഇൻസ്റ്റന്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് വഴി പശ്ചാത്തല പരിശോധന നിർബന്ധമാണ്. ക്രിമിനൽ കേസുകൾ, മാനസിക രോഗങ്ങൾ, ഡ്രഗ് ഉപയോഗം, ദോഷകരമായ പെരുമാറ്റം തുടങ്ങിയവയുണ്ടെങ്കിൽ തോക്ക് നൽകില്ല, തോക്ക് വാങ്ങാൻ സാധിക്കില്ല. അതേസമയം ഓരോ സംസ്ഥാനത്തിന്റെയും നിയമങ്ങളിൽ മാറ്റങ്ങളുണ്ട്. ഉദാഹരണമായി കാലിഫോർണിയയിൽ തോക്ക് വാങ്ങാൻ കർശനമായ പശ്ചാത്തല പരിശോധനയും 10 ദിവസത്തെ കാത്തിരിപ്പ് കാലവുമുണ്ട്. എന്നാൽ ടെക്സസിൽ നിയന്ത്രണങ്ങൾ കുറവാണ്. തോക്ക് കൊണ്ടുപോകുന്നതും ചില സംസ്ഥാനങ്ങളിൽ അനുവദനീയമാണ്. എന്നാൽ പൊതുസ്ഥലങ്ങൾ, സ്കൂളുകൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയിൽ നിയന്ത്രണങ്ങൾ കർശനമാണ്. എന്തൊക്കെയായാലും മൊത്തം കേസുകളുടെ 1% താഴെ ആളുകൾ മാത്രമാണ് തോക്കപേക്ഷ നൽകുമ്പോൾ അവരെ അയോഗ്യരാക്കാറുള്ളൂ. അതായത് 99% അപേക്ഷകർക്കും തോക്ക് ലഭിക്കുന്നുണ്ട് അമേരിക്കയിൽ എന്നാണ് കണക്ക്. വിദേശ സൈന്യങ്ങളിൽ നിന്നും ശത്രുക്കളായ തദ്ദേശീയരിൽ നിന്നുമൊക്കെ സ്വയം രക്ഷിക്കാൻ അമേരിക്കക്കാർ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്നതെന്നാണ് ഇത്തരത്തിൽ തോക്ക് ഉപയോഗിക്കുക എന്നൊരു ആശയം, മിലീഷ്യ എന്നൊരു ആശയം ഉരുത്തിരിയുന്നത്. സത്യത്തിൽ എത്ര പേരുടെ കയ്യിൽ ആയുധമുണ്ടോ അവർ അതിജീവിക്കും. അവര് ആയുധത്തെ ആശ്രയിച്ചായിരുന്നു അതിജീവനം എന്ന ഒരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കൻ വിപ്ലവത്തിന് മുൻപ് മുഴുവൻ സമയം സൈന്യത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ സായുധരായ പൗരന്മാർ സൈനികരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു. സ്വന്തമായി വെടിക്കോപ്പുകളും ആയുധങ്ങളും നൽകുന്ന ഉൾപ്പെടെയുള്ള മിലിഷ്യയിലെ സേവനം എല്ലാ പുരുഷന്മാർക്കും നിർബന്ധമായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലമാണ് അമേരിക്കയിൽ തോക്ക് സംസ്കാരത്തിന് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചത്. 19ാം നൂറ്റാണ്ടിൽ കൗബോയ് കൾച്ചർ വേരുപിടിച്ചതോടെ തോക്ക് അന്തസ്സിന്റെയും പുരുഷത്വത്തിന്റെയും ഒക്കെ ലക്ഷണമായി മാറി. അനിയന്ത്രിതമായ തോക്കുപയോഗത്തിന്റെ കാരണങ്ങളിൽ പ്രധാനം 1791 നടന്ന അമേരിക്കയിലെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇതനുസരിച്ച് ആളുകൾക്ക് സ്വയം രക്ഷയ്ക്കായി തോക്ക് കൈവശം സൂക്ഷിക്കാം. 1776 അമേരിക്കയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവർ തങ്ങളുടെ എല്ലാ പൗരന്മാരെയും പട്ടാളക്കാർക്ക് തുല്യമായി കരുതിപ്പോന്നു. അതുകൊണ്ട് തോക്ക് ഉപയോഗം ഒരു രാജ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് കാണുന്നത് അന്ന് മുതൽ. എന്തായാലും 2022 ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് US സുപ്രധാനമായ ഗൺ നിയന്ത്രണ ബിൽ നിയമമാക്കിയിരുന്നു. തോക്ക് വാങ്ങുന്നതിനും കൈവശം വയ്ക്കുന്നതിനും കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്.